ദൈവനാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഉയർപ്പിന്റെ വിവരണങ്ങളിൽ 2 വസ്തുതകൾ പൊതുവായുണ്ട്. യേശുവിൻ്റെ കല്ലറ ശൂന്യമായി കാണപ്പെട്ടു. ശൂന്യമായ യേശുവിൻ്റെ കല്ലറയിൽ ആ കല്ലറ തേടിയിറങ്ങിയ സ്ത്രീകൾക്ക് ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിൻ്റെ വിവരണമാണ് ഇതിലുള്ളത്. യേശുവിൻ്റെ കല്ലറ തേടിയിറങ്ങിയവർക്ക് പൊതുവെ ഒരു ഗുണമുണ്ടായിരുന്നു. അവരുടെ ഹൃദയം അവനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞൊഴുകുന്നവയായിരുന്നു. യേശുവിനോടുള്ള സ്നേഹമാണ് സ്ത്രീകളെ നേരം പുലരുന്നതിന് മുമ്പേ കല്ലറയിൽ എത്തിച്ചത്. സ്നേഹമുണ്ടെങ്കിൽ ഒന്നും നമ്മെ ഭയപ്പെടുത്തുകയില്ല. ശൂന്യമായ കല്ലറയുടെ ഉത്ഥാന രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നത് ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്കാണ്. നിരാശയോടെ കല്ലറ തേടി വന്നവർ സന്തോഷത്തോടെ തിരികെ ഓടുന്ന ആനന്ദത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമാണ് ഉയർപ്പ് തിരുനാളിൻ്റേത്. ക്രൂശിതനെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നത് ഉദ്ധിതനെയാണ്. ഒറ്റപ്പെടലും അപമാനവും പരാജയവും അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ ക്രൂശിതനായ യേശുവിനെ അന്വേഷിക്കുന്ന സ്ത്രീകൾ കണ്ടുമുട്ടുന്നത് ഉദ്ധിതനായ യേശുവിനെയാണ്. തിന്മയുടെ വിജയം കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. സഹനത്തിൻ്റെ ദുഃഖവെള്ളിക്കപ്പുറം സന്തോഷത്തിൻ്റെ ഉയർപ്പ് വിദൂരമല്ല എന്ന സന്ദേശമാണ് ഉയർപ്പ് തിരുനാളിൻ്റേത്.